ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പം മൺട്രോ ഐലൻഡിൽ വന്നിട്ട് മൺട്രോ തുരുത്തിലേക്ക് ഒരു ബോട്ട് യാത്ര. നമുക്ക് എന്തായാലും വള്ളത്തെ കേട്ടുള്ള കാഴ്ചകളോട് സംസാരിച്ചാൽ പോരെ? മതി. ഏറ്റവും മെയിൻ കാര്യം ഈ സാധനം, അതിനെക്കുറിച്ച് കണ്ട് നമുക്ക് പറഞ്ഞു പോകാം. ബ്രോയുടെ പേരെന്തുവാ? പ്രവീൺ. നമ്മൾ വെളുപ്പിനെ എത്ര മണിക്ക് ട്രിപ്പ് തുടങ്ങും ഇവിടെ സാധാരണ? 5:30 തുടങ്ങും. വൈകുന്നേരം എത്ര മണി വരെ? വൈകുന്നേരം ഒരു 6:30 വരെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് ഗ്രാമമോ അല്ലയോ ഇപ്പൊ? പണ്ടോട്ടേ മുന്നേക്ക് എന്ന് പറയുമ്പോഴേ കുഞ്ഞുനാൾ തൊട്ടേ കാണുന്നതാ. അന്നൊക്കെ ഫുള്ള് ഫോറിനേഴ്സ് ആയിരുന്നു. മൺട്രോ തുരുത്തിലൂടെയുള്ള ഞങ്ങളുടെ ആദ്യത്തെ വെള്ളത്തിലൂടെയുള്ള വള്ളത്തിലെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ പോകുന്ന വള്ളവും വള്ളക്കാരനെയും അതിന്റെ തുകയും മറ്റ് ഡീറ്റെയിൽസും പോകുന്ന വഴിക്ക് പറയാം. രാവിലെ 7 മണിക്ക് തുടങ്ങിയ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയുടെ മുഴുവൻ കാഴ്ചാനുഭവങ്ങളും പങ്കുവെക്കാൻ കഴിയില്ലെങ്കിലും കുറച്ചു കാര്യങ്ങൾ കാണിക്കാം. ഇതിപ്പോൾ അഷ്ടമുടിക്കായൽ അല്ല, ഏകദേശം ഒരാൾ പൊക്കത്തിൽ വെള്ളമുള്ള ഈ സ്ഥലത്തു നിന്നും കൂടി നിൽക്കുന്ന കണ്ടൽമരങ്ങൾ നിറയുന്ന കാഴ്ചകളിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. സൂര്യനൊക്കെ ഉദിച്ചു പൊങ്ങി ആ മരങ്ങൾക്കും ഇലകൾക്കും ഇടയിലൂടെ എത്തി നോക്കുന്നുണ്ട്. രാവിലത്തെ ആ ചെറിയ തണുപ്പിനെ ഇല്ലാതാക്കി സൂര്യന്റെ കിരണങ്ങൾ പടർന്നു വരുന്നു. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോ തുരുത്ത്. കൊല്ലം താലൂക്കിൽ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത്. ഈ പ്രദേശത്തിന്റെ ആകെ വിസ്തീർണം 13.37 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടെ എത്താനായിട്ട് റോഡ്, റെയിൽ, ജലഗതാഗത സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാണ്. കൊല്ലം പട്ടണത്തിൽ നിന്നും റോഡ് വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. തെങ്ങും നെല്ലും മത്സ്യവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി, മത്സ്യബന്ധനം, കയറുവിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ വരുമാന മാർഗങ്ങൾ. ഇതാണ് ഈ പ്രദേശത്തിന്റെ ഒരു ചെറു വിവരണം. ശാന്തമായ വെള്ളത്തിൽ ചെറിയ മുളവടി ഊന്നി പ്രവീൺ എന്ന ഈ ട്രിപ്പിന്റെ ക്യാപ്റ്റൻ നമ്മളോട് തന്റെ സ്വന്തം നാടിനെപ്പറ്റി തന്നോളം പറയാൻ മറ്റാരുമില്ല എന്ന് തോന്നുമാറ് ഒരു നല്ല ടൂർ ഗൈഡായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഓരോ തുരുത്തും ഓരോ പേരുകളും ഞാൻ കാണിച്ചു വെക്കുന്നില്ലേ, ചെറിയ അത് പള്ളിയാന്തുരുത്ത് എന്ന് പറയും. അതിന്റെ ഇപ്പുറത്ത് ഈ കാണുന്നത് നീരന്തുരുത്ത്. അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഉണ്ട്, നീറ്റുംതുരുത്ത്, പട്ടംതുരുത്ത്, പെരുങ്ങാലം, അങ്ങനെ കുറെ തുരുത്തുകളുണ്ട്. എല്ലാം കൂടി കൂടിയതാണ് മൺട്രോ തുരുത്ത്. ഉയർന്നു പൊങ്ങുന്ന സൂര്യന്റെ കിരണത്തിൽ മുങ്ങിയ കാഴ്ചയിൽ ദൂരെയായി കായലിന്റെ ആഴം കുറഞ്ഞ ഭാഗത്ത് വള്ളത്തിൽ 2 പേർ ഊന്നിപ്പോകുന്നു. അപ്പുറത്തായി ഒരു തുരുത്തും കാണാം. ഇതിനു മുമ്പ് എറണാകുളം ജില്ലയിലും ട്രിവാൻഡ്രം ജില്ലയിലും ഇത്തരത്തിലുള്ള ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത്രയും ദൂരവും നേരവുമില്ലായിരുന്നു. ഇനി ആ കാണുന്ന മാൻഗ്രൂവ് മരങ്ങൾക്കിടയിലേക്ക് കയറുമ്പോൾ ട്രിപ്പിന് വേറൊരു മൂഡാണ്. മാലിന്യപ്പെടാത്ത നല്ല തെളിമയാർന്ന വെള്ളത്തിൽ ഊണുനിൽക്കുന്ന പച്ചപ്പകിട്ടണിഞ്ഞ മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ കണ്ടൽക്കാട്ടിലേക്ക് കുനിഞ്ഞു നിവർന്നുമുള്ള യാത്ര. ഇടയ്ക്ക് ചില അന്വേഷണങ്ങളും വിശേഷങ്ങളുടെയും പങ്കുവെക്കൽ. മലയാളി ആയതുകൊണ്ട് തന്നെ പറയാൻ കഥകളേറെയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഞാൻ കുരിയണമെന്ന് പറയണേ. ഇവിടെ നിങ്ങൾക്ക് വരുന്ന വഴിയെല്ലാം കയ്യാണുപ്പും ഇതെല്ലാം ഉണ്ട്. പോകുന്ന വഴിക്ക് പരിചിതമല്ലാത്ത വല്ലാത്ത കരച്ചിൽ കേൾക്കാം. ഇതെന്നെ പക്ഷിയാ? ഇത് പരുന്തോ? അതൊരു പക്ഷിയുടേതാണ്. പരുന്ത്, കൃഷ്ണപ്പരുന്ത്. ഒരു മരത്തിന്റെ മുകളിൽ ചെറുതിരുന്നുള്ള കരച്ചിലാണ്. ഇതാ കണ്ടില്ലേ, രാവിലത്തെ ചടങ്ങാണെന്ന് തോന്നുന്നു. കേട്ടുകേൾവി അനുസരിച്ച് ആശാൻ പുലിയാണെന്നാണ്. പക്ഷെ കരയിന്ന് കയറിയിട്ട് കള്ളിപ്പൂച്ചയുടെ കൂട്ടുണ്ട്. ശാന്തമായ വെള്ളത്തിന്റെ കരയിലെല്ലാം മത്സ്യകൃഷി. നമുക്കും പോകുന്ന വഴിക്ക് ഈ മത്സ്യകൃഷി ഒന്ന് കയറി കാണണം. നമുക്കിവിടെ കൂടുതലും കരിമീനും കൊഞ്ചും ലോപ്പിയൊക്കെ വരുന്നത്. കൊഞ്ചാണ് മെയിനായിട്ട് വരുന്നത്. കൊഞ്ചും കരിമീനുമാണ്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ വെള്ളം ഇതിനകത്തോട്ട് കയറ്റുന്നത്. എല്ലാം ഓവുകളുണ്ട് ഇതിന്റെ അടിയിൽ കൂടി. ഓവുകളുണ്ട്. ഇത് വെള്ളം കയറി ഇറങ്ങി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ല മീനുമാണ്. ആദ്യമായിട്ടാണ് ഈ പരുന്തിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഇതായിരുന്നു ഇതിന് ശബ്ദമൊന്നും വന്നിട്ടില്ല. മറ്റേ പറയത്തില്ല, ഈ രൂപവും വെച്ചിട്ട് ഈ കരച്ചിൽ എന്തോ മാച്ചാകുന്നില്ല. അതെ, മാച്ചാകുന്നില്ല. അതെ. ഇനിയും വരുന്ന കനാലുകൾക്കിടയിലെല്ലാം പാലങ്ങളുണ്ട്. പല ഉയരത്തിലുള്ള പാലങ്ങൾ. അവിടങ്ങളിലെല്ലാം ഇതുപോലെ താഴെയണം.
ഇതെല്ലാം പുതിയ പാലമൊന്നുമല്ല, അധികം പഴക്കമില്ലാത്ത പുതിയ പ്രോപ്പർട്ടി ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ട്. മറ്റേത് പുതിയ ഇപ്പം റോഡ് പണി അടക്കുക. ഇതെല്ലാം പ്രൈവറ്റ് വസ്തുവിലേക്കുള്ള പാലങ്ങളാ? ഇതെല്ലാം പ്രൈവറ്റിനകത്തുള്ള. ഇതുവരെ നമ്മൾ കായലിൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല, കായലിൽ ഇറങ്ങിയില്ല. ഇതിപ്പോ നമ്മള് കനാൽ റൂട്ടാ പോണേ. നമ്മളിപ്പോ ചെന്ന് ഈ കനാലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന പുത്തനാറെന്ന് പറഞ്ഞിട്ട് റിവറിനകത്തോട്ടാ. ഈ പാലം ഒത്തിരി താഴെയാണല്ലോ, താഴാണല്ലോ. ഇതൊരു വെറൈറ്റിയാണ്. അതെ അതെ, ഇത് വെറൈറ്റിയായിരുന്നു. പക്ഷെ താഴെ ഇച്ചിരി സേഫ് ആട്ടോ, ഇച്ചിരി കംഫർട്ട് തോന്നുന്നുണ്ട് താഴെ ഇരിക്കുമ്പോൾ. ഈ ഫോറിനേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശാന്തതയ്ക്ക് വേണ്ടി പീസ്ഫുൾ ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അവിടെ വരുന്നത്. അതെ അതെ അതെ. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഫോറിനർ എങ്ങനെ തല കുനിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അടുത്തത് വരുന്നുണ്ടേ, അത് നിന്ന് നോക്കിയേ, സ്റ്റൈൽ കാണാൻ അതാ റോഡ് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോകത്തില്ല. ഇപ്പൊ അവിടെ വെള്ളം കൂടുതലായിരിക്കും. ഇത്രയും വെള്ളം ഇവിടെ ഇല്ലേ? ഇത്രയും നല്ല സ്ഥലത്ത് കൂടെ പോകുമ്പോഴേ നമുക്കൊരു സ്റ്റൈലില്ല എന്നുള്ളത് അവരുടെ സ്റ്റൈലാണ് മനസ്സിലാവുന്നത്. ശരിയാണല്ലോ, അവരങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് എത്ര നേരം വേണേലും ഇരിക്കും. അല്ല ഇവിടെ വരുമ്പോ കുനിയുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കറക്റ്റ് ആ പോസ്റ്റർ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ട്രിപ്പിന് എത്ര ചാർജ് ചെയ്യുന്നേ? ഇത് നമുക്ക് നോർമല് 1200 രൂപയാണ് വരുന്നത്. 600 രൂപ മണിക്കൂർ ചാർജ് വരുന്നത്. മണിക്കൂറിന് 600? ഒരു മണിക്കൂർ ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ 600 രൂപ, 7 പേർക്ക് വരപ്പോ. എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തീർക്കാം. അതിനകത്തോട്ട് കയറാൻ പോകാന്നോ? അതിനകത്തോട്ട് കയറാൻ പോകും. വിഷ്ണു ഇരുന്നു. ധാരാളം ചതുപ്പുകളും ചെറുതുരുത്തുകളുമുള്ള മൺറോ തുരുത്ത് കണ്ടൽ വനങ്ങളാൽ സമ്പുഷ്ടമാണ്. ഏറ്റവുമധികം കാണപ്പെടുന്ന ഇനങ്ങൾ പ്രാന്തൻ കണ്ടലും ഉപ്പട്ടി എന്ന ചെടിയുമാണ്. ഇവ കൂടാതെ കുറ്റിക്കണ്ടൽ, എഴുത്താണിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, ചക്കരക്കണ്ടൽ, പേനക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ എന്നിങ്ങനെ ഇനങ്ങളുമുണ്ട്. മൺറോ തുരുത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ ഈ കണ്ടലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പം നമ്മുടെ എന്താ പറയുക അഷ്ടമുടിക്കായലിന്റെ എക്സ്പീരിയൻസും എന്തോ വെനീസിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അങ്ങനെ മത്സ്യകൃഷി കാണാൻ കയറുവാണ്. കായൽ സിലോപ്പിയയും കരിമീന്റെ കൃഷിയുമാണ് ഇതിനകത്തുള്ളത്. അതിന് തീറ്റി ചിതറിയിട്ടപ്പോഴേക്കും വന്ന് കഴിക്കുന്ന ആ ഒരു ആക്രാന്ത് കാണാൻ നല്ല ചേലുണ്ട്. കിടോ കൊള്ളാം. മറിഞ്ഞു പോകും. ഒന്നുകൂടെ ചെയ്തേ. വിഷ്ണുവിന് സർക്കസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നീന്തൽ അറിയത്തില്ലല്ലോ കുഞ്ഞെ? ഇല്ല. നന്നായി. ഇതിനൊന്നും വലിയ ആഴമില്ലേ? ഇല്ല, ഇവിടെ ഏകദേശം ഒരു 4 അടി വരും. ചെളി കാണുമോ? ചേറ് നമുക്ക് കട്ടിച്ചേറ വരുന്നത്. ആലപ്പുഴയാണ് പൂണ്ടു പോകുന്ന ചേറല്ല, കട്ടിച്ചേറ. അവിടെ എല്ലാം നമുക്ക് ഇറങ്ങി നടക്കാനും എടുക്കാനും എല്ലാം പറ്റും. കുട്ടൻ ചേട്ടന്റെ വീഡിയോ ഉണ്ടായിരുന്നു. കുട്ടൻ ചേട്ടൻ വീണ സ്ഥലമായിരുന്നു. പുള്ളി വീണ സ്ഥലമായിരുന്നു. പുള്ളി ഇവിടെ മറിഞ്ഞു വീണേ. എങ്ങനെ മറിഞ്ഞതാ പുള്ളി? അവര് വീഡിയോ എടുത്തോണ്ടിരുന്ന വഴി 4 സ്ലിപ്പായി വീണതാ. ആരൊറ്റ വീഡിയോ ഉണ്ടോ റീച്ചായിരുന്നു. വിഷ്ണു വെള്ളത്തിൽ ചാടുന്നു. നമ്മളങ്ങനെ വൈറലാക്കാൻ വേണ്ടി ചാടിക്കഴിഞ്ഞാൽ ഓർക്കണം, എനിക്ക് നീന്താൻ അറിയത്തില്ല. വെള്ളം എനിക്ക് അലർജിയാണ്. അപ്പുറം തന്നെയായോ? അല്ലെ ഒരാള് കള്ളം പറയാതെയായിരിക്കും. ആദ്യം ചെറിയ കൈത്തോട്ടിലൂടെയാണ് നമ്മുടെ ഈ പോക്ക്. അതുകൊണ്ട് തന്നെ മറ്റൊരു വള്ളം പോകാനായിട്ട് നമ്മുടെ വള്ളം ഒതുക്കി കൊടുക്കുവാണ്. പോകുന്ന വഴിക്കെല്ലാം കൂട്ടമായിട്ടും ഒറ്റയ്ക്കുമുള്ള വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികളെ കാണാം. ഇവരാണെങ്കിൽ അതിരാവിലെ സൂര്യോദയ ട്രിപ്പ് കഴിഞ്ഞുള്ള വരവാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതിപ്പോ പൂക്കുന്ന സമയമാണ്. പൂക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് വരും.
സ്ഥിരമായിട്ട് കൊള്ളുന്നവർക്ക്. നമ്മൾ ഇനിയും കയറ് പിരിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനം കാണാൻ ഇറങ്ങുവാണ്. അഴുകിയ തൊണ്ട് തല്ലി പൊടി കളഞ്ഞ് അതിന്റെ ഉണക്കിയ നാരാണ്, ചകിരിയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അവ ഇങ്ങനെ പുതിയ രീതിയിൽ മെഷീന്റെ കൂടി സഹായത്തോടെ രണ്ട് ചേച്ചിമാർ നിന്ന് പിരിക്കുവാണ്. നമ്മൾ മലയാളീസ് ആണെങ്കിൽ പോലും ചകിരിയുടെ പ്രൊഡക്റ്റുകൾ പലതും ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ചകിരി പിരിക്കുന്ന ഈ കാഴ്ചയൊന്നും എല്ലാവരും ഒന്നും കണ്ടു കാണത്തില്ല. ഞങ്ങളും കണ്ടിട്ടില്ലായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ ഇച്ചിരി കുറവാണെങ്കിൽ ഇത്രയും കുനിയുണ്ട് അല്ലയോ? അങ്ങനെ കനാലുകൾക്ക് ബൈ പറഞ്ഞ് ഈ ഇറങ്ങുന്നത് പുത്തനാറിലേക്കാണ്. കല്ലടയാറ്റിന്റെ ഒരു ശാഖയായിട്ട് ഇതിനെ പറയാം. ഇടത്തോട്ട് പോയാൽ കല്ലടയാറ്, വലത്തോട്ട് പോയാൽ അഷ്ടമുടിക്കായൽ. നമ്മളിപ്പോൾ അഷ്ടമുടിക്കായലിലേക്കാണ് പോകുന്നത്. മൺറോ തുരുത്ത്. ഈ സ്ഥലത്തിന്റെ പേരിന്റെ പിന്നിൽ ഇദ്ദേഹമാണ്. 1811 1815 ഇടയിൽ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിലിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മൺറോ എന്ന് പരക്കെ അറിയപ്പെടുന്ന ജോൺ 9 മൺറോ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയെ റാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ഉദ്യോഗത്തിൽ നിന്ന് നീക്കി കേണൽ ജോൺ മൺറോയെ 1810 ദിവാനായി നിയമിക്കുകയും ചെയ്തു. കേണൽ മൺറോയുടെ പേരിൽ നിന്നുമാണ് മൺറോ തുരുത്തിന് ആ പേര് ലഭിച്ചത്. ഏറെ ജനകീയനും സമർത്ഥനുമായിരുന്ന മൺറോയുടെ ബഹുമാനാർത്ഥം മൺറോ തുരുത്ത് എന്നും പിന്നീട് മൺറോ തുരുത്ത് എന്നും ഈ സ്ഥലം അറിയപ്പെട്ടു. ഇത് നമ്മുടെ കൂടെ വന്ന റസിനായിരുന്നു കേട്ടോ. നമസ്കാരം. തണുപ്പുണ്ട്, വെയിലുണ്ട്, ചൂടുണ്ട്, എല്ലാം ഉണ്ട്. സുഹൃത്തുക്കളെ, ഇനിയും വരുന്ന ഈ സ്ഥലമാണ് മൺറോ തുരുത്ത് എന്ന് കേട്ടാൽ ഉടനെ ഓർമ്മയിലെത്തുന്ന ചിത്രം. ആ സ്ഥലം അടുക്കുന്നതിനിടയ്ക്ക് കുറച്ചു കാര്യം പറയാം. 8 ദ്വീപുകളുടെ ഒരു ശേഖരം ഉൾക്കൊള്ളുന്ന മൺറോ ദ്വീപിനെ ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന വെനീസ് എന്നറിയപ്പെടുന്നു. കാരണം പല ഇന്ത്യക്കാർക്കും കേരളത്തിലെ ഇത്തരം മനോഹരമായ ജലപാതകളെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൺറോ ദ്വീപ് കൊല്ലത്തിന് നിരവധി കനാൽ ജലപാതകൾ സമ്മാനിച്ചിട്ടുണ്ട്. മൺറോ തുരുത്തിലൂടെയുള്ള ബോട്ടിംഗ് കൊല്ലം സന്ദർശിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. കാരണം അത് വൈവിധ്യമാർന്ന കേരളീയ സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകുന്നു. ഇവിടെ എല്ലാമുണ്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും മറ്റും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഹെവൻ ഓഫ് മൺറോ എന്ന ഈ ടീമിന്റെയും അവരുടെ സ്റ്റേയും മറ്റ് പ്ലാനുകളും കാണിക്കാം. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ചുവടെയുണ്ട്. അരെ വാഹ്, പൊളി സീന്. ഇതാണ് മോനെ ഇവിടുത്തെ കിടിലൻ സ്ഥലം. അടുക്കും തോറും എന്ത് മനോഹരം അല്ലേ? ഫോട്ടോഷൂട്ടിനും കിടിലൻ സ്പോട്ട്. മനോഹരവും പ്രശാന്തവുമായ കായലിലൂടെ ഒരു ടൂർ നടത്തുമ്പോൾ പുറം ലോകത്തിന്റെ കോലാഹലങ്ങളും തിരക്കുകളും സ്പർശിക്കാത്ത ഗ്രാമജീവിതം നിങ്ങൾക്ക് അടുത്തു നിന്ന് വീക്ഷിക്കാം. മൺറോ ദ്വീപിലെ മനോഹരമായ നദികൾക്കും വളഞ്ഞു പുളഞ്ഞ കനാലുകൾക്കും കുറുകെയുള്ള ഈ യാത്ര ഒരു യഥാർത്ഥ ദൃശ്യവിരുന്നാണ്. മൺറോ ഐലൻഡിൽ ചെയ്യേണ്ട 1-ാം നമ്പർ ആക്ടിവിറ്റി ഒരു കനാൽ ക്രൂയിസാണ്. കാരണം ഈ യാത്ര കേരളത്തിലെ നിറഞ്ഞ റോഡുകളിലൂടെയുള്ള സാഹസിക യാത്രകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വിശ്രമാനുഭവം പ്രദാനം ചെയ്യുന്നു. മൺറോ തുരുത്തിലൂടെയുള്ള ഉല്ലാസയാത്ര ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടും. കാരണം ആ സവാരി ഗ്രാമീണ മനോഹരമായ പ്രകൃതിയിൽ ആരംഭിച്ച് ശാന്തമായ കായലുകളിലേക്ക് നീളുന്നവയാണ്. അങ്ങനെ അതിസുന്ദരമായ ഈ വെള്ളത്തിലൂടെയുള്ള മൺറോ തുരുത്തിലെ കാഴ്ച ഇവിടെ കഴിയുന്നു. എന്നാൽ കരയിലെ ചില അടിപൊളി സ്പോട്ടുകളുമായി
ഉടൻ അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. അതിനായി കാത്തിരിക്കൂ. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. മറ്റൊരു മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.